ഇന്ന് സത്യത്തിൽ എനിക്ക് രാവിലെയൊക്കെ ഒരു സാധാരണ ദിവസം തന്നെയായിരുന്നു കേട്ടോ. പക്ഷെ നമ്മുടെ വീടിൻ്റെ മുകളിൽ ഒരു ചെറിയ പണി നടക്കുന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ അവിടെ ചെറിയൊരു കട്ടപ്പണിയുണ്ട്. ചെറിയൊരു വരി ഇങ്ങനെ കട്ട വെച്ച് കെട്ടാനുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ അപ്പുറത്തെ വീട്ടിലെ ചേട്ടൻ്റെ അടുത്ത് നിന്ന് പണിക്ക് വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആൾ ഹെൽപ്പറായിട്ട് വരാമെന്നൊക്കെയായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഹെൽപ്പർമാരെ ആരും കിട്ടിയില്ല. അങ്ങനെ ആ ചേട്ടൻ വന്നു. വന്നപ്പോൾ കട്ടയൊക്കെ ഇറക്കി സാധനങ്ങളൊക്കെ ഇറക്കി ആൾ തന്നെ പോയി അതൊക്കെ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ കട്ട മുകളിലേക്ക് എത്തിക്കുക എന്നത് ഭയങ്കര ഒരു വലിയ ടാസ്ക് തന്നെയായിരുന്നു. അപ്പോൾ ആളൊറ്റയ്ക്കേ ഉള്ളൂ. അപ്പോൾ ആളൊറ്റയ്ക്ക് തന്നെ സാധനങ്ങൾ എടുത്ത് കൊണ്ട് വയ്ക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ആളൊറ്റയ്ക്ക് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് നേരം വേണ്ടി വരും. അപ്പോൾ നമുക്ക് ഇന്നത്തോടു കൂടി ആ പണി തീരില്ല. പിന്നെ 2 ദിവസം കഴിയുമ്പോൾ ഡ്രസ്സ് അടിക്കുന്നവർക്ക് വന്നിട്ട് സൈഡ് മറയ്ക്കേണ്ട പണിയും കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ ഇതൊന്ന് തീർന്നാലേ നമുക്കത് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ആളെൻ്റെ അടുത്ത് പറഞ്ഞൊന്നുമില്ല കേട്ടോ ആളെ ഹെൽപ്പ് ചെയ്യാനായിട്ട്. പക്ഷേ ഞാൻ നോക്കുമ്പോൾ ആൾ ഒറ്റയ്ക്ക് നിന്ന് ചെയ്യുമ്പോൾ പിന്നെ ഞാനിങ്ങനെ ഒരാൾ ജോലി ചെയ്യുന്നത് നോക്കി നിൽക്കാനായിട്ട് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ അത് കാരണം ഞാനും കൂടെ നിന്നു കേട്ടോ കട്ടയൊക്കെ എടുത്ത് വെക്കാനായിട്ട്. സത്യം പറഞ്ഞാൽ ഞാൻ ഇതുവരെ എൻ്റെ ലൈഫിൽ ചെയ്യാത്തൊരു പരിപാടിയാണ് ഈ കട്ടയൊക്കെ പൊക്കുക എന്നുള്ളത്. അതൊക്കെ കഴിഞ്ഞപ്പോഴാണ് പിന്നെ നമുക്ക് മണ്ണും കൂടെ കയറ്റേണ്ട ഒരു ടാസ്ക് ഉണ്ടായിരുന്നു. അപ്പോൾ ആൾ പറഞ്ഞു എൻ്റെ അടുത്ത് ചട്ടിയിൽ നമുക്ക് കയറ്റാം എന്ന് പറഞ്ഞു. പക്ഷേ ചട്ടിയിൽ ഓരോ ചട്ടിയിൽ കയറ്റി കഴിയുമ്പോൾ എപ്പോഴും തീരാനാണ്. അതുകൊണ്ട് ഞങ്ങളത് ചാക്കിൽ കയറ്റാൻ തീരുമാനിച്ചിട്ട് ഞാൻ ചാക്കിലാക്കി വെച്ച് കൊടുക്കും. ആ ചേട്ടനത് തോളിലൊക്കെ ഇട്ടിട്ട് കൊണ്ട് കയറ്റി കേട്ടോ. പക്ഷേ സത്യം പറഞ്ഞാൽ നല്ല വെയിറ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ആൾക്ക് തോള് കാനിയെടുക്കുമെന്നൊക്കെ ഞാൻ പല പ്രാവശ്യം ചോദിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ആൾക്കിത് ശീലമാണ്, എനിക്കാണ് ശീലമില്ലാത്തത്. അപ്പം ഞാനിങ്ങനെ കുറച്ച് നേരം കണ്ണൻ്റെ അടുത്ത് നീങ്ങി നിൽക്കുമ്പോഴേ കണ്ണനെയാണെങ്കിൽ നമുക്ക് ഈ ഭാഗത്തേക്ക് കൊണ്ടുവരാനും പറ്റില്ല. കല്ലിൻ്റെ ആണെങ്കിലും മണ്ണിൻ്റെ ആണെങ്കിലും പൊടിയൊക്കെ ഉണ്ടാവും. അപ്പോൾ കുറച്ച് നേരം ഇങ്ങനെ കണ്ണൻ്റെ അടുത്ത് നീങ്ങുന്നപ്പോൾ കണ്ണൻ നല്ല വാശിയൊക്കെ പിടിക്കുന്നുണ്ടായിരുന്നു. പിന്നെ ആളുടെ അടുത്ത് കുറച്ച് ടോയ്സൊക്കെ കൊണ്ടുവന്നിട്ട് കൊടുത്തിട്ടൊക്കെയാണ് ആളെ നമ്മളൊന്ന് ഓക്കെ ആക്കി കിടത്തി. പിന്നെ ഇടയ്ക്ക് കുറച്ച് നേരം ഞങ്ങൾ വർത്താനമൊക്കെ പറഞ്ഞ് നിൽക്കുന്നുണ്ടായിരുന്നു. വെള്ളം കുറച്ച് നേരം കുടിക്കുന്നുണ്ടായിരുന്നു. എന്നെ സംബന്ധിച്ചിട്ട് എനിക്കിത് വലിയൊരു ഞാൻ കിതച്ചും കൊണ്ടാണ് ചെയ്യുന്നുണ്ടായിരുന്നത്. പിന്നെ വലിയൊരു പരിപാടിയായിരുന്നു. വെള്ളം കുറച്ച് മുകളിലേക്ക് എത്തിക്കണം എന്നാൾ എൻ്റെ അടുത്ത് പറഞ്ഞു. ഈ സിമെൻറ്റൊക്കെ കൂട്ടാനായിട്ടേ കണ്ടില്ലേ കണ്ണൻ്റെ ഭയങ്കര കരച്ചിലൊക്കെ ഉണ്ടായിരുന്നു. എനിക്ക് അവനെ എടുക്കാനും പറ്റുന്നില്ല. ഞാൻ കുളിച്ചിട്ടുണ്ടായിരുന്നില്ല. എൻ്റെ മേലൊക്കെ നിറച്ച് പൊടിയും മണ്ണൊക്കെ ആയിരുന്നു. അപ്പം ഞാൻ ആ ടോയ്സൊക്കെ വെച്ച് സമാധാനപ്പെടുത്തിയിട്ടൊക്കെയാണ്. പിന്നെ അവന് മനസ്സിലായി അമ്മ എന്തോ നല്ല ഞാൻ കട്ടയൊക്കെ എടുത്ത് ഇങ്ങനെ പോകുന്നതൊക്കെ അവൻ കണ്ടായിരുന്നു. അപ്പോൾ ആൾക്ക് ഭയങ്കര എന്തോ ഒരു വിഷമമായിട്ടാണോ എന്താണെന്ന് അറിയില്ല. അവൻ്റെ അടുത്ത് നീങ്ങി നിൽക്കുന്നത് കൊണ്ടാണോ എന്നറിയില്ല. ആൾ ഭയങ്കര വിഷമമൊക്കെ കാണിക്കുന്നുണ്ടായിരുന്നു. പിന്നെ വെള്ളം എനിക്ക് മണ്ടത്തരം പറ്റി ഓസിട്ട് കയറ്റിയാൽ മതിയായിരുന്നു. പക്ഷെ ഞാൻ ബക്കറ്റിൽ കൊണ്ടുവന്ന് കയറ്റാണ് ചെയ്തത്.